പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടേക്ക് പോകുന്നതാണ് മക്കളെ? കൊല്ലങ്കോട്. കുറെ കാലമായി കുട്ടികള് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ. അപ്പൊ എന്തായാലും പോയിക്കളാം, നല്ലതാണ് ചീത്തയാണ് അവിടെ ചെന്നാലും അറിയാം. അപ്പൊ നമുക്ക് പോവല്ലേ? നമ്മള് കൊറേ നാളായി കൊല്ലങ്കോട്ടേക്ക് പോണം വിചാരിക്കും. പക്ഷെ നമുക്ക് പോവാൻ പറ്റാറില്ല, അതിന്റെ സാഹചര്യം കൊണ്ട് ഒത്തു വരാറില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് നാളെ പോവാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് നടക്കാറില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ അത് നടക്കാറില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടാ. നമ്മളിപ്പോ വടക്കാഞ്ചേരി പള്ളിയുടെ അവിടെ എത്തിയിട്ടാ. നമ്മൾ ഈ റൂട്ടിലാണ് പോണത്. ഈ ചേലക്കര, പഴയന്നൂര്, വടക്കാഞ്ചേരി ആ റൂട്ടിലാണ് പോണത്. അവിടെ അധികം വാഹനങ്ങൾ ഉണ്ടാവില്ല, തിക്കും തിരക്കില്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഹൈവേ കൂടിയും പോകാൻ പറ്റും. ഹൈവേ ആകുമ്പോൾ നമുക്ക് കുറച്ച് ട്രാഫിക്കും പിന്നെ ടോളൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ വഴിക്കാണ് പാലക്കാടേക്ക് പോകുമ്പോൾ പോവാറുള്ളത്. ഇത് വടക്കാഞ്ചേരിയിലെ മാരിയമ്മൻ കോവിലാണ് കേട്ടോ. നമ്മൾ ആ ഭാഗത്തൂടെയൊക്കെയാണ് പോണത്. വടക്കാഞ്ചേരിയിലുള്ളവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇത് ഊത്രാളിക്കാവാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം ഈ അമ്പലം. നമ്മളിപ്പോ അകമല ശാസ്താവിന്റെ അവിടെ എത്താറായി. നമ്മൾ ഈ റൂട്ടിലാണ് പോകണമെങ്കിൽ എവിടേക്ക് പോവാണെങ്കിലും അകമല ശാസ്താവിന്റെ അവിടെ കയറി വഴിപാടൊക്കെ ഇട്ടിട്ടാണ് പോവാറ്. നമ്മൾ ദൂരയാത്ര പോവില്ല, അതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് പോവായാലും നമ്മൾ അവിടെ കയറാറുണ്ട്. അപ്പോൾ നല്ല വൈബുള്ള ഒരു അമ്പലമാണ് കേട്ടോ അവിടെ. അവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നല്ലൊരു വൈബാണ് ആ അമ്പലം. നിങ്ങൾക്ക് ഈ പാടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോ പാലക്കാട് എത്തി. നമ്മൾ പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൊല്ലങ്കോട്ടേക്കാണ്. അവിടെ നമ്മൾ കുറെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ പാടം, അതായത് ഒരു പാടശേഖരം ടൂറിസ്റ്റ് പ്ലേസ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അത് മാത്രമല്ല നമ്മൾ കുറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് പാർട്ടായിട്ടായിരിക്കും വരിക. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വീഡിയോയിൽ തന്നെ ഇടുമ്പോൾ ലെങ്ത് കൂടും. അപ്പൊ അങ്ങനെയായിരിക്കും വരിക. ഇപ്പൊ നമ്മൾ പോണത് ഒരു അമ്പലത്തിലേക്കാണ്. പിന്നെ നമുക്ക് ഈ പാലക്കാട്ടേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ. നമുക്കും ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും എനിക്കും ചേട്ടനായാലും പാലക്കാട്ടേക്ക് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പാടങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊല്ലങ്കോട് തിരഞ്ഞെടുത്തത് കേട്ടാ. നമ്മള് ആദ്യത്തെ പ്ലേസ് അമ്പലാന്ന് പറഞ്ഞില്ലേ, ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രമാണിത്. നമ്മളിപ്പോ ഇവിടെ നിക്കണത് എവിടെന്ന് വെച്ചാല് കളിയാട്ടം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നിക്കണത്. അതായത് അമ്പലത്തിന്റെ പേര് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം. ഇതിന്റെ പ്രത്യേകത ഇവിടെ അമ്പലം എന്ന് പറയാം, പക്ഷെ പ്രകൃതി അമ്പലമാണ്. ഈ അമ്പലത്തിന് പ്രത്യേകത നമുക്ക് എന്താണ് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു മാതൃക അവിടെ ആൽമരത്തില് ഉണ്ടാക്കിയിട്ട് തൂക്കിയിടുക. അതിനുള്ള മാതൃക അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. വഴിപാട് സാക്ഷാത്കരിച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇവിടെ വന്നിട്ട് ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി അല്ലെങ്കിൽ ആട്, ഇതെല്ലാം വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും സപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ഇതിന്റെ ആ വഴിപാടിന്റെ പൂർണ്ണത എത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അമ്പലങ്ങളും മറ്റു കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം. അതായത് ഓരോരുത്തരും വഴിപാട് പൂർത്തീകരണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. വഴിപാട് കൗണ്ടറുണ്ട്. അമ്പലത്തേക്ക് ഓരോ വഴിപാട് തട്ടുകളുണ്ട്. ഇതിന്റെ നാളികേരം, എണ്ണ, ചന്ദനത്തിന്, വെറ്റില, പഴം, ഇതൊക്കെ കൂടെ ഇവിടെ സമർപ്പിക്കാനാണ്. അതിന്റെ ഒരു കൗണ്ടറാണ്. ഇതിന് സീസൺ അനുസരിച്ചാണ്. ഇപ്പൊ തേങ്ങയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ടാണ് 150 രൂപ. എല്ലാ സാധനവും ഉണ്ട് സാർ. പൂരിക്കുള്ള എല്ലാ സാധനവും. എണ്ണയാണ് സാർ, എണ്ണ, മഞ്ഞ, എല്ലാ സാധനവും എല്ലാം കൂടി അവിടെ കൊടുക്കാം. അമ്പലത്തിൽ പോയിട്ട് തരും. എന്നിട്ട് നമ്മൾ നേരത്തേക്ക് ഇപ്പൊ ചിലർ വീട് ഇല്ലാത്തവർ, വീടില്ലാത്തവർ, അപ്പോൾ മാതൃക വീട് വെച്ച് പ്രാർത്ഥിക്കുക. പിന്നെ കുട്ടികളില്ലാത്തവർ തൊട്ടില്, അങ്ങനെ അവർക്ക് അസുഖം ആരോഗ്യത്തിനനുസരിച്ച് കാലുവേദന ആൾ രൂപം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് അതൊക്കെ ഇവിടെ കിട്ടൂല. ഇവിടെ എല്ലാം കിട്ടാറുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത ശിവനും പാർവതിയാണ് സങ്കല്പം. ശിവപാർവതി സങ്കല്പമാണ്. ഉണ്ട് സർ, രൂപമുണ്ട്. ഉണ്ട് ശിവപാർവതി. അതാണ് കറുപ്പസ്വാമി വേലമ്മ. പ്രതിഷ്ഠ ഇവിടെ പാർവതി
പ്രകൃതിയായിട്ടാണ് നിൽക്കുന്നത്. ആ. ശിവനും പ്രകൃതിയുമാണ് പ്രകൃതി. ശിവപാർവതി സങ്കല്പം. കാരണം പ്രകൃതി നമ്മൾ സംരക്ഷിച്ച പ്രകൃതി നമ്മൾ സംരക്ഷിക്കും. നമുക്ക് അതിനുള്ള തിരിച്ച തീർച്ചയായിട്ടും എന്ത് നമ്മൾ ചെയ്യണം അത് തീർച്ചയായിട്ടും കിട്ടും സാർ. നമ്മളൊരു തട്ട് എടുക്കുന്നുണ്ട്, ആ. ഇത് അവിടെ വെച്ചാൽ മതില്ല. അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ ആളുണ്ട്, പൂജയ്ക്ക് ആളുണ്ട്, ആ. പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ എന്ത് കാര്യം വിചാരിക്കുക തീർച്ചയായിട്ടും നടക്കും. വിശ്വാസമുള്ള അമ്പലമാണ്. നമ്മൾ തട്ട് നടത്തിയിട്ട് അത് നീ അവിടെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. വായ നമ്മളിപ്പോ തട്ട് മേടിച്ചിട്ടുണ്ടാവുന്ന നേർച്ച വെക്കാനായിട്ട് ഇവിടെ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും നമുക്ക് അതായത് ഇവിടെ പൂജ ഒന്നുള്ളൂ, പ്രാർത്ഥനയാണ് വേറെ വേറെ പ്രാധാന്യം. അപ്പൊ നമ്മൾ ഈ തട്ട് അവിടെ കൊടുക്കണം. കൊടുക്കാനായിട്ട് പോവാട്ടാ. വഴിപാട് തട്ട് കൊടുക്കാനായിട്ട് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി. അമ്പലം എന്ന് പറയുമ്പോൾ ശ്രീകോവിലൊന്നുമില്ല, വിഗ്രഹം മാത്രമാണുള്ളത്. കറുപ്പസ്വാമി എന്ന് പറയുമ്പോൾ ശിവൻ പാർവതി സങ്കല്പമാണ്, പ്രകൃതിയാണ് പാർവതിയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. പിന്നെ ഈ അമ്പലം കുറെ സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട്. മെയിനായിട്ട് കളിയാട്ടം സിനിമയാണ്, സുരേഷ് ഗോപി മഞ്ജു വാര്യരുടെ കളിയാട്ടം സിനിമയാണ്. അതുപോലെ കുഞ്ഞിരാമായണം, കുറെ സിനിമകളുണ്ട്. പിന്നെ ഇപ്പൊ കാണുന്നത് എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ എന്താണ് ആഗ്രഹം അതിന്റെ മാതൃക നമ്മളവിടെ തൂക്കണം. അതായത് നമുക്കിപ്പോ ഒരു വീടാണ് ആഗ്രഹം എന്നുള്ള വെച്ചാൽ വീടിന്റെ മാതൃക അവിടെ തൂക്കുക. അതുപോലെ നമുക്ക് വാഹനങ്ങളാണ് വേണ്ടത് വെച്ചാൽ വാഹനത്തിന്റെ മാതൃക തൂക്കുക. കുട്ടികൾ ഉണ്ടാവാത്തവർക്കാണെങ്കിൽ തൊട്ടിൽ കെട്ടുക. അങ്ങനെയാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആടിനെയോ കോഴീനെയോ ബലി കഴിപ്പിച്ചിട്ട് അവിടെ നമ്മൾ പാചകം ചെയ്യണം. പാചകം ചെയ്ത് ആർക്കാണോ കാര്യസാധ്യത ഉണ്ടായത് അവരുടെ കുടുംബക്കാര് സുഹൃത്തുക്കളൊക്കെ വന്ന് കഴിക്കുക. പിന്നെ അതുപോലെ പുറത്തുനിന്ന് വരുന്നവർക്കും കൊടുക്കുക. അതാണ് ഇവിടുത്തെ രീതി. ഇതൊരു തമിഴ് സംസ്കാര രീതിയാണ് ട്ടാ. വേണ്ട നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ബായിക്കുറി കിട്ടും. ഓക്കെ, നമ്മൾ തട്ട് കൊടുത്തിട്ട് കിട്ടിയ പ്രസാദാണത്. പഴം, ശർക്കര 2 ഒരു മുറി നാളികേരം. ഇവിടെ കാണുന്നവരെല്ലാവരും കാര്യസാധ്യം നേടിയിട്ട് ആടിനെയും കോഴിനെയും ഒക്കെ ബലി കഴിപ്പിച്ച് പാചകം ചെയ്യാൻ വന്നവരെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ ഇവിടെ വന്ന് പാചകം ചെയ്യുന്നുണ്ട്. ഇവര് കുട്ടികളില്ലാഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. കുട്ടിക്ക് ഇപ്പൊ 10 വയസ്സായി. അപ്പൊ 10 വർഷത്തിന് ശേഷം ഇവര് വഴിപാട് കഴിപ്പിക്കാനായിട്ട് വന്നവരാണ്. കാര്യസാധ്യം നേടി ഉടനെ തന്നെ ചെയ്യണമെന്നില്ല, എന്തായാലും ചെയ്യണം. വഴിപാട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യണം. ഇവര് മുതലമടയിൽ നിന്ന് വരുന്നവരാണ്. ഇവരിപ്പോ ചെയ്യുന്നത് കുതിർത്ത് വെച്ച പച്ചരി, അതുപോലെ പഴം, നാളികേരക്കൊത്ത്, ശർക്കര ഒക്കെ ഇട്ട് ഒരു പ്രസാദം പോലെ ഉണ്ടാക്കിയിട്ട് അതാദ്യം നമ്മൾ സമർപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആടിനെയും കോഴീനെയും നമ്മൾ ബലി കഴിപ്പിച്ച് പാചകം ചെയ്തിട്ട് പിന്നെയാണ് സമർപ്പിക്കുക. ഇവര് ആടിനെയും കോഴീനെയും ബലി കഴിപ്പിക്കുന്നുണ്ട്. എത്ര മണിക്ക് തിരിച്ചു പോവാ? ഈ പ്രസാദം കഴിച്ചതിന് ശേഷം പോകും. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നേ, അപ്പൊ കണ്ടപ്പോ എന്താന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. മോളെ പേരുന്നത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ നേർന്നിട്ട് കുട്ടി ഉണ്ടായതിനു ശേഷം ഇവിടെ പ്രസാദം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നിട്ടാ. ഞാൻ തൃശ്ശൂരിനാണ്. ഞങ്ങൾ കണ്ടപ്പോ എന്താന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കുറെ ആൾക്കാർ ചെയ്യണ്ടേ, ചിലർ കോഴി വെച്ചിന്റെ. അതെ, ആ ചെയ്യാൻ മാത്രം. ഇവിടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. രണ്ടും വേണം. കോഴിയും വേണം.
ശരിക്കും മാംസം മാത്രം വേറെ ഒന്നും ഇല്ലേ? ആ ഉവ്വ. ഇല്ല അതും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. നമുക്ക് അവർക്ക് പ്രസാദം തന്നാട്ടെ അത് കഴിക്കാം. അത് കൊടുത്തോ. പ്രസാദത്തില് പച്ചരി, തേങ്ങ, പിന്നെ പഴം. അപ്പൊ എല്ലാവർക്കും ബൈ. ശരിട്ടാ. ശരിക്കില്ല. ടാറ്റ പറയും. അവയിലേക്കാണ് നോക്കുന്നത്, മൊബൈലിലേക്ക് നോക്കുന്നത്. പ്രകൃതി രുചികൾ. ഞങ്ങൾ വരുമ്പോ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോ അവിടെ ഒരു 9 മണി ആയിട്ടുള്ളൂ. ഇപ്പൊ കണ്ടമാനം പേരായി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും അത് തിരിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്റ്റേഷൻ പിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങള് ഈ സ്ഥലത്തിനോട് യാത്ര പറയാണ്. ഇനി അടുത്തത് സ്ഥലത്തിന്റെ പേര് എന്താ ലക്ഷ്മി? സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അപ്പൊ അതിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ അവിടെ വെച്ച് കാണാൻ നമുക്ക്.